ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആണ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ആ സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്ത് എന്ന് കേൾക്കാം. 2021 നടന്ന കോവിഡ് കാലത്ത് നടന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് നമ്മുടെ പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ, അന്ന് 48 വയസ്സുള്ളൊരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ ഒരു വീർപ്പെന്നുള്ള, വയറ്റിലൊരു മുഴ പോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10/5/2021 അവർ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് വയറ്റിലൊരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു മുഴയാണെന്ന് ഒരു സംശയമുണ്ടായി. വളരെ വലിയൊരു മുഴയാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ സർജറിക്ക് വിധേയമായി. 12/5/21 സർജറിക്ക് വിധേയമായി. സർജറി വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയായി. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിന് ശേഷം അവർ 2 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ കൃത്യമായിട്ട് ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇവിടെ ഫോളോ അപ്പിനൊന്നും വന്നതായിട്ടൊന്നും നമ്മുടെ രേഖകളിലൊന്നും കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ നഗരത്തിലെ ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അവിടെ നടത്തിയ ഒരു എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെൻ്റ്, ഒരു ആർട്ടറി ഫോഴ്സപ്സ് അത് കണ്ടെത്തുകയും ചെയ്തു. ബ്ലഡ് ഷുഗറൊക്കെ വളരെ കൂടുതലാണ്. മകൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് ലീവ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നോളാം, സാവകാശം ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവരൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ രാത്രി തന്നെ പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി. കാരണം നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർഷ്യറി കെയർ സെൻ്റർ ആയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും അന്ന് ഡോക്ടർമാർ ജോലി ചെയ്തത് ഈ PPE കിറ്റ് ഇട്ടും ഗോഗിൾസ് ധരിച്ചുമൊക്കെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജോലികളൊക്കെ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. 2 കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ വിവരങ്ങൾ സംബന്ധിച്ച ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. അന്വേഷണ സമിതി അടക്കം രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിപ്പോൾ ശരണ്യ, അതായത് ഡോക്ടർ ലളിതംബിക പറഞ്ഞത് താനല്ല ആ സർജറിക്ക് നേതൃത്വം നൽകിയത്, താൻ കോവിഡുമായി ബന്ധപ്പെട്ട മറ്റു തിരക്കുകളിലും ഡ്യൂട്ടികളിലും ആയിരുന്നു, താൻ ആ സർജറിക്ക് നേതൃത്വം നൽകിയിട്ടില്ല എന്നാണ്. ആരാണ് ഈ സർജറിക്ക് നേതൃത്വം നൽകിയത്? അതിൽ ലളിതംബിക ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ടോ ആശുപത്രി അധികൃതർ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. കേസ് ഷീറ്റ് അടക്കം പരിശോധിച്ച ശേഷമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർമാരാണ് അന്ന് സർജറി ചെയ്തിട്ടുള്ളത്. അവരുൾപ്പെടെയുള്ളവരുടെ ചെക്ക് ലിസ്റ്റ് ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആ യൂണിറ്റിലുള്ള നഴ്സുമാരും ഒപ്പം തന്നെ സർജറി ചെയ്ത ഡോക്ടർമാർ, ഒപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ലളിതാംബിക അടക്കമുള്ള ആളുകൾക്ക് ഈ ഒരു ECL റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ ഒരു വിങ് മുഴുവനായും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് മുകളിലേക്ക് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്, ശസ്ത്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ല എന്നതുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2 നഴ്സുമാർ, സർജന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഈ ശസ്ത്രക്രിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് അടക്കം വെച്ചിട്ടാണ് സൂപ്രണ്ട് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ആ ചെക്ക് ലിസ്റ്റിനകത്ത് ഉള്ള പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് സർജറിക്ക് മുമ്പും സർജറിക്ക് ശേഷവും ആളുകളെ കാണേണ്ടതും ഒപ്പം തന്നെ ചികിത്സാ രേഖകൾ ഡോക്യുമെന്റ് ചെയ്യേണ്ടതും. അത്തരം ചെക്ക് ലിസ്റ്റ് അടക്കം പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ കോവിഡ് സമയമായിരുന്നത് കൊണ്ട് തന്നെ അത്തരം ചെക്ക് ലിസ്റ്റ് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം സർജറിക്ക് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഈ സർജറിക്ക് ശേഷവും ഉണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഒപ്പം ഈ കോവിഡ് കാലത്ത് ഏറെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ സർജറി നടത്തിയത് എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഡോക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെ സർജറികളൊക്കെ നടത്തുമ്പോൾ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എടുക്കുകയും തിരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അതിൻ്റേതായൊരു സംവിധാനമുണ്ട്. അവിടെയൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ ലളിതംബിക നേരത്തെ സൂചിപ്പിച്ചത്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇവർ നൽകിയ ലിസ്റ്റ് പ്രകാരം 3 സർജന്മാർ ചേർന്നിട്ടാണ് സർജറി നടത്തിയിട്ടുള്ളത്. സബ് നേഴ്സായ ഒരാളുണ്ട്, ഒപ്പം തന്നെ ഇൻചാർജ് ഒരു നഴ്സ് കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ സർജറിയുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ഡോക്ടർ ലളിതാംബിക, അവരുടെ അണ്ടറിലാണ് ഈ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്രയും ആളുകൾ ഈ ഒരു കാര്യത്തിൽ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, നിർബന്ധമായും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച ശേഷം അത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധന റെക്കോർഡിക്കലായിട്ട് തന്നെ വേണ്ടതാണ്. അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ ആ രേഖകൾ ഉള്ളത് ഈ ഉപകരണങ്ങൾ തിരിച്ച് കൃത്യമായി എത്തിയിട്ടുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തുന്നത് ആ തെറ്റായുള്ള രേഖപ്പെടുത്തലാണ്. പിന്നീട് കോവിഡ് സമയത്താണ് ഈ സർജറി നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതികൾ ആശുപത്രിക്ക് ഉണ്ടായിരുന്നുള്ളത്. പ്രത്യേകിച്ച് അന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ഒരു കോവിഡ് ആശുപത്രിയായി പ്രവർത്തിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതൊരു ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ചയെ സംബന്ധിച്ച് അവരാരും തന്നെ അതിനെ ന്യായീകരിക്കുന്നില്ല. മറിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്, ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കൂട്ടൽ. അവർ പറഞ്ഞ സമയത്ത് ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്, ആ തീയതി നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ റെക്കോർഡ് പ്രകാരം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് മുകളിലേക്ക് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു യൂണിറ്റ് മുഴുവൻ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായി വരും. അതിൽ ഡോക്ടർ ലളിതാംബിക ഉൾപ്പെടെയുള്ള അവരുടെ കീഴിലുള്ള ആ ടീം മുഴുവൻ, അതായത് 3 സർജന്മാർ, 2 നഴ്സുമാർ ഉൾപ്പെടെയുള്ള അവരുടെ മുഴുവൻ ടീമും ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സൂപ്രണ്ട്. ശരി ശരണ്യ, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. നമ്മുടെ ആരോഗ്യ മേഖല എന്നല്ല, അനാരോഗ്യ മേഖല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ വിശേഷിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന പശ്ചാത്തലം മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഒട്ടേറെ പോരായ്മകളും ഒക്കെ ഉണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഇപ്പോഴിതാ നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നു. യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം ആണ് നടത്തുന്നത് എന്ന്. ആ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇതാ ദൃശ്യങ്ങൾ നോക്കുക. ശരണ്യ, ഇത് വാർത്താ സമ്മേളനം, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വാർത്താ സമ്മേളനം നടത്തുകയും എങ്ങനെയാണ് ഈ പിഴവുകൾ സംഭവിച്ചത് എന്ന് ഡോക്ടർമാർ വിശദീകരിക്കുകയും ചെയ്യുന്ന അതേ ഇടത്തേക്ക് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ എത്തിയത്. അങ്ങനെ നാടകീയമായ സംഭവമാണല്ലോ അരങ്ങേറിയത്. എന്തായിരുന്നു സംഭവിച്ചത്? വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി, പ്രത്യേകിച്ച് വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെ. ശരണ്യ, എന്തായിരുന്നു, ഏത് നിലയിലുള്ള പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത്? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ യുവതിയുടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിലെ വലിയ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.